40 വയസ്സിൻ്റെ യൗവനത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ പാർത്ഥൻ്റെ ജന്മദേശം ബീഹാറാണ്. ജനനവും ഒരു 15 വയസ്സുവരെയുള്ള ജീവിതവും രാജകീയമായിട്ടായിരുന്നു എന്നിവൻ പറയുമ്പോൾ അതിൽ ആലങ്കാരികത ഒട്ടുമില്ല. അല്ലെങ്കിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ, ഈ നടത്തത്തിലും തുമ്പിയിളക്കലിലും ചെവിയാട്ടലിലുമെല്ലാം ഒരു രാജകീയതയുണ്ട്. അതെ, അക്കാലം ഓർക്കുന്നത് പാർത്ഥൻ ഇപ്പോഴും ഹരം തന്നെ. മുന്നിൽ ഇതാ ഇങ്ങനെ വൈവിധ്യമാർന്ന ആഹാര സാധനങ്ങൾ വന്നു നിറയുമ്പോൾ ഇവൻ ഓർമ്മകളുടെ കടവത്തേക്ക് സാവധാനം തുഴഞ്ഞു പോകും. എന്തൊരു നല്ല കാലമായിരുന്നു അത്. ബീഹാറിൽ ജനിച്ചെങ്കിലും ഇവൻ രാജസ്ഥാനിലെ ഒരു രാജകുടുംബത്തിലാണ് വളർന്നത്. രാജകുടുംബാംഗങ്ങളുടെ സ്വന്തം ആനയായിരുന്നു ഇവൻ. പേര് ബാസ് ബഹാദൂർ. നോക്കൂ, പേരിലുമില്ലേ ഒരു കിടിലൻ ഗെറ്റപ്പ്. അക്കാലത്ത് രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമേ ഇവനെ കാണുവാനുള്ള അനുവാദമുണ്ടായിരുന്നുള്ളൂ. മറ്റാർക്കെങ്കിലും ഒന്ന് ഇവനെ കാണണമെന്ന് തോന്നിയാൽ തന്നെ നടക്കില്ല. രാജകുടുംബത്തിൻ്റെ ഐശ്വര്യമായിരുന്നു ഇവൻ. കത്തിച്ചു വെച്ച നിലവിളക്ക്. അതെ, ധനവും യശസ്സുമൊക്കെ ഭാഗ്യത്തിൻ്റെ തേരിൽ എത്തിച്ചു കൊടുത്ത ശുക്രനക്ഷത്രം. 15 വർഷക്കാലം ആ ജീവിതം അങ്ങനെ രാജകീയമായി കഴിഞ്ഞു. സർവപ്രതാപത്തിൻ്റെയും അലങ്കാരങ്ങളുടെയും നടുവിൽ ഈ പാർത്ഥൻ അങ്ങനെ ബാസ് ബഹാദൂറായി തിളങ്ങി. യൗവനപ്രാപ്തിയുടെ ആദ്യ ലക്ഷണമായ മൊടനീര് വന്ന കാലം. പ്രായം മധുര 15. നല്ല ഭക്ഷണവും ജീവിത ചുറ്റുപാടുകളും. ഒന്നിനും ഒരു കുറവുമില്ല. ഇപ്പോഴും ഞാൻ പറയും, എൻ്റെ സകല ദൈവങ്ങളാണ് സത്യം, അന്ന് സംഭവിച്ചതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇന്നും അതൊക്കെ ഓർക്കുമ്പോൾ എന്തോ ഒരു മരീചിക പോലുള്ള തോന്നലാണ്. പാർത്ഥനെ നമുക്ക് വിശ്വസിക്കാം. മതപ്പാടിൻ്റെ കാലത്ത് പോലും സമചിത്തത വിടാത്തവനാണല്ലോ ഇവൻ. എന്നിട്ടും ഇവൻ അറിയാതെ കാണിച്ചുപോയ എന്തൊക്കെയോ ചില പരാക്രമങ്ങൾ. അതിനെ പരാക്രമം എന്നൊന്നും പറയാനാവില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ പല കൊലകൊമ്പന്മാരും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ. പാർത്ഥൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും രാജകുടുംബക്കാർക്ക് അത് മനസ്സിലാകണമെന്നില്ലല്ലോ. 5-6 ചെടിച്ചട്ടികൾ വലിച്ചെറിയുകയും കൊട്ടാരത്തിന് പുറത്തേക്കോടി 4-5 കാളവണ്ടികളെയും ഒട്ടകക്കൂട്ടത്തെയുമെല്ലാം വിരട്ടിയതിന് കൊട്ടാരം ഇവനെ എന്നേക്കുമായി പുറത്താക്കി. ശരിക്കും ഒരു പർദീസാ നഷ്ടം. കൊട്ടാരത്തിൽ നിന്നും തെരുവിലേക്ക് എന്ന് ആലങ്കാരികമായി പറയുന്നതല്ല. തുടർന്ന് ബാസ് ബഹാദൂർ എന്ന ഈ ആന അതാണ് കാണുകയും അനുഭവിക്കുകയും ചെയ്തത്. രാജസ്ഥാനിലെ പ്രതാപങ്ങൾ നിറഞ്ഞ കൊട്ടാരത്തിൽ നിന്നും ഇവൻ മൊടനീരിൻ്റെ നശിച്ച ഏനക്കേടുകൾ മാറിയപ്പോൾ നേരെ പോയത് രാജ്യ തലസ്ഥാനത്തേക്കാണ്. കച്ചവടക്കണ്ണുള്ള ഒരു ഹൃദയശൂന്യൻ ഇവനെ ശരിക്കും മുതലാക്കുവാൻ തന്നെ തീരുമാനിച്ചു. അയാൾ നോക്കിയപ്പോൾ സാധനം കൊള്ളാം. വെയിലും മഴയും ഒന്നും കണ്ട ലക്ഷണം പോലുമില്ല. നേരെ സർക്കസിനേക്കാളും ഗതികെട്ട ഒരു സഫാരി പാർക്കിലേക്ക് ഇവനെ കൊണ്ടുപോയി. മുതുകിൽ അമ്പാരി കെട്ടി വിനോദസഞ്ചാരികൾക്കായി ഉപയോഗിച്ചു. രാപ്പകലില്ലാത്ത പണിയായിരുന്നു അത്. അന്ന് വരെ അനുഭവിച്ച എല്ലാ സുഖങ്ങളും ആവിയായിപ്പോയ ദിവസങ്ങൾ, വർഷങ്ങൾ. എത്ര കിട്ടിയാലും ആർത്തി തീരാത്ത ആനക്കാരൻ ഈ സാധുവിനെ ആവശ്യത്തിലേറെ പീഡിപ്പിച്ചു. ഒടുവിൽ ആ നരകത്തിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടു. ഡൽഹിയിൽ നിന്നും ഇവൻ നേരെ വരുന്നത് കേരളത്തിൻ്റെ തണുപ്പിലേക്കാണ്. നാഗേരിമനയിലെ സ്നേഹനിർഭരമായ പരിചരണം ബാസ് ബഹാദൂറിൻ്റെ ശാപം നിറഞ്ഞ ഓർമ്മകളെപ്പോലും വലിച്ചെറിയുവാൻ ഇവന് കരുത്ത് നൽകി. അമിതമായ ശിക്ഷണ നടപടികളും ആവശ്യത്തിന് തീറ്റയും കിട്ടാതിരുന്ന ആ കാലം ഇവനെ വല്ലാതെ ശാരീരികമായും മാനസികമായും തകർത്തിരുന്നു. മുതുകിൽ കാണുന്ന ഈ അമ്പാരി തഴമ്പ് പോലും ആ കെട്ടകാലത്തിൻ്റെ കറുത്ത ശേഷിപ്പാണ്. തേച്ചാലും മായ്ച്ചാലും പോകാത്ത വടുക്കൾ. ശനിയുടെ കനത്ത അപഹാരം കഴിഞ്ഞതിൻ്റെ വലിയ ആശ്വാസത്തിലാണ് പാർത്ഥനിപ്പോൾ. ഈ കിട്ടുന്ന സ്നേഹത്തിന് മുന്നിൽ, പരിചരണത്തിന് മുന്നിൽ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥ. പാർത്ഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 8 വർഷമായി നമ്മുടെ വീട്ടിൽ വന്നിട്ട്. ആന ആദ്യം വരുമ്പോൾ ആദ്യത്തെ 2 വർഷമൊക്കെ അത്ര പ്രശസ്തമായ രീതിയിലുള്ള ഇതൊന്നും ഇല്ലായിരുന്നു ആനയ്ക്ക്. അപ്പോൾ അതിനുശേഷം ആനയെ കുറച്ചു കാലം നല്ല ചികിത്സയും കാര്യങ്ങളുമൊക്കെ നടത്തി ആനയെ ഒന്ന് നല്ല രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും അതിന് വേണ്ടുന്ന ആഹാരവും എല്ലാം വളരെ കൃത്യമായിട്ടും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമൊക്കെ നൽകിയതിന് ശേഷം ആന കഴിഞ്ഞ 4 വർഷം കൊണ്ടാണ് ആനയിൽ പൂർണ്ണമായിട്ടൊരു മാറ്റം ഉണ്ടായത്.
ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് തെക്കൻ കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ആന എഴുന്നള്ളിപ്പുകൾക്ക് സ്ഥിരമായി പോകാറുണ്ടായിരുന്നു. ഇന്ന് തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ആനകളുടെ കൂട്ടത്തിൽ കിടപിടിക്കത്തക്ക രീതിയിൽ പാർത്ഥൻ ഇന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ടൊരു വരും തലമുറയിൽ ഏറ്റവും നല്ല രീതിയിൽ കൊല്ലത്തെ ഉള്ളതിലും ഇന്ന് തെക്കൻ കേരളത്തിലുള്ളതിൽ ഏറ്റവും നല്ലൊരു ആനയായി മാറുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ.